ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് 2-ാം അധ്യായത്തിലെ തിയത്തീറയിലെ സഭയ്ക്കുള്ള കത്താണ് നാം ഇന്നും പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ തിയത്തീറയ്ക്കുള്ള കത്തിലെ ആദ്യ ഭാഗത്തിൻ്റെ അർത്ഥം കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട് നാം ശ്രമിച്ചു. അവിടെ അവസാനം കണ്ട ജെസബേൽ എന്ന ആ പ്രവാചികയെ കേന്ദ്രീകരിച്ചുള്ള യോഹന്നാൻ്റെ സന്ദേശവും നമ്മൾ കണ്ടു. അപ്പോൾ യേശുവിനോട് വിശ്വസ്തത പുലർത്തുന്ന സഭയാണെങ്കിൽ പോലും വ്യാജ പ്രവാചകരുടെ പിന്നാലെയൊക്കെ പോകുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ മാനസാന്തരപ്പെടാനായിട്ട് ക്രിസ്തു അവരെ ആഹ്വാനം ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇനി 23-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. മനസ്സുകളും ഹൃദയങ്ങളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നൽകും. ഈ വാക്യത്തിൽ ആദ്യം കാണുന്ന ഒരു പ്രയോഗം മനസ്സുകളും ഹൃദയങ്ങളും. മനസ്സുകളും ഹൃദയങ്ങളും എന്നതിന് ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗമാണുള്ളത്. അവിടെ വൃക്കകളും ഹൃദയവും എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് വൃക്കകളും ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വൃക്കകൾ എന്ന് പറയുമ്പോൾ തീവ്രമായിട്ടുള്ള വികാരങ്ങളുടെ ഇരിപ്പിടമായിട്ടാണ് സെമിറ്റിക് ചിന്താഗതിയിൽ അവർ കണ്ടിരുന്നത്. അപ്പോൾ വൃക്കകളറിയുക, അപ്പോൾ അവരുടെ ഉള്ളിലുള്ള തീവ്രമായിട്ടുള്ള വികാരങ്ങളെല്ലാം അറിയുന്നു. പിന്നെ അതുപോലെ തന്നെ ഹൃദയം എന്ന് പറയുന്നത് അവരുടെ ചിന്തകളുടെ ഉദാത്തമായിട്ടുള്ള ചിന്തകളുടെ ഒക്കെ തലമാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ളതെല്ലാം അറിയുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ നിഗൂഢമായിട്ടുള്ള ചിന്തകളെല്ലാം അറിയുന്നവനാണ് ക്രിസ്തു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ രസകരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. യേശു അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ ദേവാലയമൊക്കെ ശുദ്ധീകരിച്ച് കഴിഞ്ഞ് പലരുമൊക്കെ യേശുവിലേക്ക് അടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. യോഹന്നാൻ 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു. പെസഹ തിരുനാളിൽ അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ഇനി തുടർന്ന് പറയുന്ന കാര്യം, യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. അപ്പോൾ ബാഹ്യമായിട്ട് യേശുവിനെ പിൻചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അവരുടെ ഉള്ളിലുള്ളത് തിരിച്ചറിയുന്നവനാണ് ക്രിസ്തു എന്നാണ് അവിടെ പറയുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ബാഹ്യമായിട്ട് നാം എന്തൊക്കെ ചെയ്താലും ക്രിസ്തു അഗ്നിനാളം പോലെ മിഴികളുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളത് എന്തെന്ന് വ്യക്തമായിട്ട് അറിയുന്നവനാണ്. അപ്പോൾ അങ്ങനെ അറിയുന്നവനായ ആ ക്രിസ്തു നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായത് നമുക്ക് തരും എന്നാണ് പറയുക. നീതിമാന്മാർക്ക് നിത്യജീവൻ്റെ സമ്മാനവും ദുഷ്ടർക്ക് നിത്യശിക്ഷയും. വെളിപാട് അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് കാണുന്നുണ്ട്. അപ്പോൾ പ്രവൃത്തികൾക്കനുസൃതമായി അവൻ അവരെ വിധിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 27-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. 16-ാം അധ്യായം 27-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകും. അപ്പോൾ ഇത് പുതിയ നിയമത്തിൽ കാണുന്ന ആ ഒരു ആശയം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനായ ആ ക്രിസ്തു അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ നീതിയുടെ പ്രവൃത്തികൾ ചെയ്യുക, ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവർ അവസാനം വെളിപാടിൻ്റെ അവസാനം
വാഗ്ദാനം ചെയ്യുന്ന പുതിയ ജെറുസലേമിൽ അവർ അംഗങ്ങളായിരിക്കും എന്നുകൂടി പറയുന്നു. ഇനി തുടർന്ന് വരുന്ന വാക്യത്തിൽ ഉള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. 24-ാമത്തെ വാക്യം, ഈ പ്രബോധനം സ്വീകരിക്കുകയോ സാത്താൻ്റെ രഹസ്യങ്ങൾ എന്ന് അവർ വിളിക്കുന്നവ അറിയുകയോ ചെയ്യാതെ തീയത്തീറയിൽ അവശേഷിച്ചിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, മറ്റു ഭാരമൊന്നും നിങ്ങളുടെ മേൽ ഞാൻ ചുമത്തുകയില്ല. ഇപ്പോൾ ഇവിടെ ആദ്യം പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഈ പ്രബോധനം സ്വീകരിക്കുകയോ സാത്താൻ്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നവ അറിയാതിരിക്കുക. ഇപ്പോൾ സാത്താൻ്റെ രഹസ്യങ്ങൾ, ഇപ്പോൾ പ്രബോധനം തീർച്ചയായിട്ടും ആ വ്യാജ പ്രവാചികയുടെ പ്രബോധനങ്ങളാണ് അർത്ഥമാക്കുന്നത്. ഇനി സാത്താൻ്റെ രഹസ്യങ്ങൾ എന്നുള്ള പ്രയോഗം, അത് മിസ്റ്റേരിയ എന്നുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബാധേയ എന്ന പദമാണ്. അപ്പോൾ അതിന് ശരിക്കുള്ള അർത്ഥം ആഴങ്ങൾ എന്നാണ്. അതായത് സാത്താൻ്റെ ആഴങ്ങൾ എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്തേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി സാത്താൻ്റെ രഹസ്യങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് സാത്താൻ്റെ രഹസ്യങ്ങൾ, സാത്താൻ്റെ ആഴങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത്? അന്നാളുകളിൽ ആ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ചില ആളുകളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ചിന്ത ഇതാണ്, തിന്മയെ പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ കീഴടക്കുവാനായിട്ട് ആ തിന്മയുടെ എല്ലാ ആഴങ്ങളും അനുഭവിച്ചറിയണം. അപ്പോൾ അങ്ങനെ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ആ തിന്മയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മോചനം കിട്ടുകയുള്ളൂ, അതിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചില പഠനങ്ങൾ അന്നാളുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ചില കാര്യങ്ങൾ, അപ്പോൾ രക്ഷ പ്രാപിക്കുവാനായിട്ട് ആവശ്യമായ ഒരു നിഗൂഢ ജ്ഞാനമായിട്ട് ചിലപ്പോൾ ചിലരൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇത് ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ജ്ഞാനപാഷണ്ഡത, ഗ്നോസ്റ്റിസിസം, അതിൻ്റെയൊക്കെ ഒരു ആദിമ രൂപമായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിന് വേറെ ഒരു കാരണം കൂടി പറയുന്നുണ്ട്. പൗലോസ് അപ്പസ്തോലൻ്റെ 1 കൊരിന്തോസ് 2:10 പറയുന്നൊരു കാര്യമുണ്ട്. 1 കൊരിന്തോസ് 2:10, നമുക്ക് ആത്മാവിലൂടെ ദൈവം അവ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, ആത്മാവ് സകലതും ദൈവത്തിൻ്റെ ആഴങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഴങ്ങൾ പോലും ആരാഞ്ഞറിയുന്നു എന്നുള്ള ആ പ്രയോഗത്തിന് ഒരു പാരഡി ആയിട്ടും ആകാം ഇവിടെ സാത്താൻ്റെ ആഴങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒക്കെ നമ്മൾ ഈ നന്മ തിന്മകളുടെ അതിർവരമ്പുകളൊക്കെ വളരെ നേർത്തതായിരിക്കും. അപ്പോൾ ചിലരൊക്കെ ഇതൊക്കെ നന്മയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ, ചില പ്രബോധനങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവം നിന്നില്ല എങ്കിൽ നമ്മൾ തെറ്റിൻ്റെ മാർഗത്തിലേക്ക് പോകും എന്ന് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇവിടെ പൗലോസ് പറയുന്ന അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം, നിങ്ങളോട് ഞാൻ പറയുന്നു, മറ്റു ഭാരമൊന്നും നിങ്ങളുടെ മേൽ ഞാൻ ചുമത്തുകയില്ല. മറ്റു ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തുകയില്ല. അപ്പോൾ മറ്റു ഭാരമൊന്നും ചുമത്തുകയില്ലെന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ട് മിക്കവാറും എടുത്തിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 15-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. 15-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അപ്പോൾ ജെറുസലേം സൂനദോസിന് ശേഷം പറയുന്നതാണ്, താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നാം തീർച്ചയായിട്ടും അത് പിൻചെല്ലണം. അതിൽ കൂടുതലായിട്ട് ഭാരമൊന്നും ചുമത്തുന്നില്ല എന്നാകാം ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തികളിൽ അവർ തുടർന്നും അവർ ആയിരിക്കണമെന്ന് കൂടി ഇവിടെ പറയുന്നു. 25-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്കുള്ളവ ഞാൻ വരുന്നത് വരെ മുറുകെ പിടിക്കുക. നിങ്ങൾക്കുള്ളവ ഞാൻ വരുന്നത് വരെ മുറുകെ പിടിക്കുക. അപ്പോൾ ഞാൻ വരുന്നത് വരെ എന്നത്
ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ ആണ് സൂചിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നിങ്ങൾക്കുള്ളൂ ഞാൻ വരുന്നത് വരെ മുറുകെ പിടിക്കുക എന്നുള്ളത്, മുറുകെ പിടിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പദം നേരത്തെ കണ്ടതാണ്, ക്രാറ്റയോ. മുറുകെ പിടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ വളരെ ദൃഢമായിട്ട് ഒരു കാര്യത്തെ നമ്മൾ പിഞ്ചെല്ലുന്നതിനെയാണ് അവിടെ സൂചിപ്പിക്കുക. അപ്പോൾ യേശുവിൻ്റെ പഠനങ്ങളെ, യേശുവിൻ്റെ മാർഗത്തെ നിങ്ങൾ പരിപൂർണമായിട്ട് നിങ്ങൾ പിഞ്ചെല്ലണം എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി തുടർന്ന് നമ്മൾ കാണുന്നത് വിജയം വരിക്കുന്നവർക്കുള്ള സമ്മാനം എന്തെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിജയം വരിക്കുന്നവന് 26-ാമത്തെ വാക്യം, എൻ്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർകാല നക്ഷത്രം ഞാൻ അവന് നൽകും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം തരും എന്ന്. ഇപ്പോൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 2-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ അവിടെ ജനതകളെ അവകാശമായി തരും എന്ന് പറയുന്നുണ്ട്. അത് ഒരു മെസ്സിയാനിക പ്രവചനമായിട്ട് എടുത്ത് മിശിഹായ്ക്ക് അത് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിശിഹായുടെ ആ ഒരു ശക്തി, അധികാരം, അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ആ യേശുവിൻ്റെ മിശിഹായുടെ ആ ശക്തിയിൽ, അധികാരത്തിൽ ഇവരും പങ്കുചേരുന്നു എന്ന് പറയുന്നു. ഇനി 27-ാമത്തെ വാക്യത്തിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് അവരെ മേയ്ക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഴയ കാലങ്ങളിൽ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാം, പലരുമൊക്കെ ആട് മേയ്ക്കുന്നവരൊക്കെയായിരുന്നു. അപ്പോൾ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ 2 തരത്തിലുള്ള വടികളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. ഒന്ന് ചെറിയൊരു വടി, അറ്റം അല്പം വളഞ്ഞത്, അതാണ് ആടുകളെ മേയ്ക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മറ്റൊന്ന് അല്പം കൂടി നീളമുള്ള വടി, അത് ഇരുമ്പ് കെട്ടിയതാണ്. അപ്പോൾ അതുപയോഗിച്ചാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ആടുകളൊക്കെ സംരക്ഷിച്ചിരുന്നത്. ഇനി ഇത് തിന്മ ചെയ്യുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഇരുമ്പ് ദണ്ട് എന്ന് പറയുന്നത്. ഇനി ഇരുമ്പ് ദണ്ട് ദാവീദിയ പ്രവചനങ്ങളിലൊക്കെ ദാവീദിൻ്റെ അധികാരത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് ദണ്ട് എന്ന് പറയുന്നത് രാജകീയ അധികാരത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. അപ്പോൾ മിശിഹാപരമായിട്ടുള്ള അർത്ഥം അതിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ദണ്ട്, ചെങ്കോൽ എന്ന പ്രയോഗം രക്ഷകനെ സംബന്ധിച്ചുള്ള മറ്റ് പ്രവചനങ്ങളിലും നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിക്കും. ഉൽപ്പത്തി 49-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം 9ഉം 10ഉം ഞാൻ വായിക്കാം. യൂദ ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങി പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അപ്പോൾ അത് രാജകീയ അധികാരത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. പിന്നീട് അത് ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ പ്രതീകം കൂടി ആയിട്ട് വരുന്നു. അപ്പോൾ ഈ അധികാരത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവർ പങ്കുചേരും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ പങ്കുചേരുക എന്ന് പറയുന്നത് വെളിപാടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന 22-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ, 22-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ അവനോടൊത്ത് വാഴും. അപ്പോൾ അവർ എന്ന് പറയുന്നത് ആ ദൈവജനം തന്നെയാണ്. അപ്പോൾ അവനോടൊത്ത് വാഴുമെന്ന് പറഞ്ഞാൽ ആ ദൈവജനം മുഴുവൻ ദൈവത്തോടും ക്രിസ്തുവിനോടും, അതായത് കുഞ്ഞാടിനോടുമൊപ്പം സിംഹാസനത്തിൽ നിന്ന് ഭരണം നടത്തുമെന്ന്. അപ്പോൾ ആ അധികാരത്തിൽ, രാജകീയ അധികാരത്തിൽ ഇവർ പങ്കുചേരുന്നു എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിജയം വരിക്കുന്നവന്
യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ ഈ വ്യാജ പ്രബോധനങ്ങളെല്ലാം എതിർത്ത് യേശുവിൻ്റെ പ്രബോധനങ്ങൾ യേശുവിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന എന്താണ്? അവസാനം യേശുവിൻ്റെ ആ അധികാരത്തിൽ, ദൈവിക അധികാരത്തിൽ തന്നെ പങ്കുചേരുവാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇനി 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചിരിക്കുന്നു. പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചു. അപ്പോൾ യേശുവാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ പിതാവിൽ നിന്ന് അധികാരം ലഭിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ യേശുവാണ് യഥാർത്ഥ ഭരണകർത്താവ്. പിന്നെ രണ്ടാമത്, എൻ്റെ പിതാവിൽ നിന്ന് എന്ന് ഇവിടെ സൂചിപ്പിക്കുമ്പോൾ അതിനുള്ള വേറൊരു ധ്വനി എന്താണ്? യേശുവും ദൈവം തന്നെയാണ്. അപ്പോൾ ഈ വെളിപാട് ഗ്രന്ഥത്തിലുടനീളം യേശു ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പല പേരുകളും പല അഭിധാനങ്ങളും ഇവിടെ യേശുവിനും കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. പിന്നെ മൂന്നാമത്, യേശു എൻ്റെ പിതാവ് എന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ യേശു ആരാണ്? ദൈവപുത്രനാണ്. അത് നമ്മൾ തിയത്തീരയുടെ സഭയ്ക്കുള്ള കത്തിലെ ആരംഭത്തിൽ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ എന്തുകൂടി അർത്ഥമാക്കുന്നുണ്ട്? യേശുവാണ് റോമൻ ചക്രവർത്തിയല്ല യഥാർത്ഥത്തിൽ ദൈവപുത്രൻ. അപ്പോൾ അന്നുള്ള ആളുകൾ ആ ചക്രവർത്തിയുടെ പ്രതാപത്തിൽ മയങ്ങി ചക്രവർത്തിയെ ദൈവമായിട്ട് ദൈവപുത്രനായിട്ടൊക്കെ ആരാധിക്കുന്ന സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് പറയുന്നു, നിങ്ങൾക്ക് യേശു ക്രിസ്തു തന്നെയാണ് ദൈവപുത്രൻ. ആ ദൈവത്തെയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത്. പിന്നീട് പറയുന്ന ഒരു കാര്യം, പുലർകാല നക്ഷത്രം അവർക്ക് നൽകും. എന്താണ് പുലർകാല നക്ഷത്രം അവർക്ക് നൽകും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അപ്പോൾ പുലർകാല നക്ഷത്രം എന്ന് പറയുന്നത് നേരം വെളുക്കുന്നതിന് മുമ്പ്, പുലരുന്നതിന് മുമ്പ് ഉയരുന്ന ആ നക്ഷത്രം, ശുക്രനക്ഷത്രം, അതിനെയാണ് പുലർകാല നക്ഷത്രം എന്ന് വിളിക്കുന്നത്. പുരാതന വിജാതീയ സംസ്കാരങ്ങളിൽ ഈ നക്ഷത്രത്തെ വിജയത്തിൻ്റെ പ്രതീകമായിട്ട്, അടയാളമായിട്ട് കണ്ടിരുന്നു. പിന്നീട് ഇത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ മരണത്തിൻ്റെ മേലുള്ള വിജയത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് അതിനെ വെളിപാട് 22:16 ക്രിസ്തുവിനെയാണ് പുലർകാല നക്ഷത്രം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രിസ്തു തന്നെയാണ് പുലർകാല നക്ഷത്രം. പത്രോസിൻ്റെ 2 പത്രോസ് 1:19 സമാനമായിട്ടുള്ള ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ബാലാമിൻ്റെ അരുളപ്പാടിൽ യാക്കോബിൽ നിന്ന് ഉയരുന്ന നക്ഷത്രം ജനതകളെ ഭരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിലാണ് അത് നാം കാണുന്നത്. മാത്രമല്ല, യഹൂദ രചനകളിൽ പലയിടത്തും മിശിഹായുടെ പ്രതീകമായിട്ട്, വരാനിരിക്കുന്ന മിശിഹായുടെ പ്രതീകമായിട്ട് നക്ഷത്രത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ഇനി വെളിപാടിലേക്ക് വരുമ്പോൾ യേശു തന്നെയാണ് ഈ നക്ഷത്രം. ഇനി അക്കാലങ്ങളിൽ യൂലിയസ് സീസർ മരിച്ചപ്പോൾ ആകാശത്തിൽ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് അദ്ദേഹത്തിൻ്റെ ദൈവികതയുടെ അടയാളമായിരുന്നു എന്നൊക്കെ അക്കാലങ്ങളിൽ ചിലരൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ അഗസ്റ്റസ് സീസറിൻ്റെയും തിബേരീസിൻ്റെയും ഒക്കെ നാണയങ്ങളിലും ഈ നക്ഷത്രത്തിൻ്റെ അടയാളമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് നക്ഷത്രത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യമാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ പുലകാല നക്ഷത്രം, ക്രിസ്തുവാണ് യഥാർത്ഥ അധികാരി. ഈ അധികാരത്തിൽ തൻ്റെ അനുയായികൾക്കും അവിടുന്ന് പങ്ക് നൽകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ യേശുവിനെ പിഞ്ചെല്ലുന്നവരുടെ അവസ്ഥയാണ് ഇവിടെ ഈ തിയത്തേറിയയിലുള്ള കത്തിൽ നാം കണ്ടത്. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന ഇവർ അവരുടെ പല പ്രവൃത്തികളും പ്രശംസനീയമാണ്. അവരുടെ സ്നേഹം, അവരുടെ വിശ്വാസം, അതൊക്കെ പ്രശംസനീയമാണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, അതിൽ കൂടുതൽ ആഴപ്പെടുന്നു എങ്കിൽ പോലും പലപ്പോഴും തെറ്റായിട്ടുള്ള പഠനങ്ങളുടെ പിന്നാലെ പോകാനായിട്ടുള്ള പോകുന്ന ഒരു പ്രവണതയും ഇവരുടെ ഇടയിലൊക്കെ കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാഗ്ദാനം ചെയ്യുന്ന, അവിടുന്ന് വിജയം വരിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ലഭിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള ഒരു അവതരണം
വെളിപാടിൽ അവസാനം 21, 22 അധ്യായങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തുതീർപ്പിൻ്റെ വഴികളിലൂടെ നിങ്ങൾ പോകരുത്. ഒത്തുതീർപ്പിൻ്റെ വഴികളിലൂടെ നിങ്ങൾ പോകരുത്. അവസാനം വരെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത് വളരെ ദുഷ്കരമാണ്. പലപ്പോഴും നമ്മൾ കുറേയേറെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ ചെയ്യുന്നെങ്കിൽ പോലും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. തിയത്തേറിയയിലെ സഭയോട് പറയുന്നതാണ്, നിങ്ങൾ ഒരു സാധാരണ സഭ കാര്യം എല്ലാം നന്നായിട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു എങ്കിൽ പോലും പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് ഇനി കുറേ കൂടി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സഭയ്ക്കുള്ള കത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപാടിലെ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയൊരു സഭയാണ് സാർദിസിലെ സഭ. അപ്പോൾ നമ്മൾ സാർദിസിലെ സഭയ്ക്കുള്ള കത്ത് വിശകലനം ചെയ്യുന്നതിന് മുമ്പ് അതിലെ ആശയങ്ങൾ, സന്ദേശം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, ആ സഭ നിലനിന്നിരുന്ന ആ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. വളരെ സമ്പന്നവും ശക്തവുമായിട്ടുള്ള ഒരു നഗരമായിരുന്നു സാർദിസ് വെളിപാട് രചിക്കപ്പെട്ട നാളുകളിൽ. തിയത്തീറയുടെ ഏകദേശം ഒരു 50 കിലോമീറ്റർ തെക്കു കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ലിഥിയൻ സാമ്രാജ്യത്തിൻ്റെ ആദ്യ തലസ്ഥാനമായിട്ട് ഇത് മാറി. പിന്നീട് ഈ ഒരു നഗരം പിടിക്കുവാനായിട്ട് പല ശക്തികളും ശ്രമിക്കുന്ന നാം കാണുന്നുണ്ട്. BC 547 ഇവിടെ നടന്ന ആ വലിയൊരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ഏഷ്യ മൈനറും ഗ്രീസുമൊക്കെ ഈ പേർഷ്യൻ നിയന്ത്രണത്തിൽ വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ തേരോട്ടമാണ്. അപ്പോൾ അതിനുശേഷം അത് യവനരുടെ കീഴിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് 133 BC ഒക്കെ ആകുമ്പോൾ അത് റോമിൻ്റെ കീഴിൽ വരുന്നു. അപ്പോൾ നമ്മൾ ഈ പല ശക്തികൾ അവിടെ ഭരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ സാമ്രാജ്യങ്ങളുടെ സംസ്കാരമെല്ലാം ഈ സാർദിസ് നഗരത്തിൽ പ്രകടമായിരുന്നു എന്നാണ്. മാത്രമല്ല, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരാധനകൾ, സാമൂഹ്യ ആചാരങ്ങൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലാണ് ആ സാർദിസിലെ സഭ നിലകൊണ്ടിരുന്നത്. ഇനി വേറെ ഒന്ന്, ഈ സാർദിസ് എന്ന് പറയുന്ന ഈ നഗരം ഹെർമാനസ് പക്ടോളസ് നദികളുടെ തീരങ്ങളിലാണ് വ്യാപിച്ച് കിടന്നിരുന്നത്. അപ്പോൾ ഈ നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ സ്വർണ്ണമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഫ്രിഗിയയിലെ മിദാസിൻ്റെ ആ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്, ഇല്ലേ, മിദാസ് ടച്ച് ഇല്ലേ, നമ്മൾ അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവസാനം അദ്ദേഹം തൻ്റെ ആ സ്വർണ്ണ ശക്തി അത് കഴുകിക്കളഞ്ഞത് ഈ പക്ടോളസ് ഉറവകളിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിനുശേഷം ഈ നദി ഈ ശക്തി ആവാഹിച്ചെടുത്ത് അതിൻ്റെ തീരങ്ങളെയെല്ലാം സ്വർണ്ണമയമാക്കി എന്നാണ് ഐതിഹ്യം. അപ്പോൾ അത് സാർദിസ് എന്ന നഗരത്തിൻ്റെ സമ്പന്നതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സാർദിസ് എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്തിരുന്നത് സ്മിർണയിൽ നിന്നും പെർഗാമോസിൽ നിന്നുമൊക്കെ ഉൾനാടുകളിലേക്ക് പോകുന്ന വഴിയിൽ ആയിരുന്നു. അപ്പോൾ ആ വാണിജ്യപാതകൾ ഈ നഗരത്തിലൂടെ കടന്നു പോയിരുന്നത് കൊണ്ട് ഇവിടെയും സാമ്പത്തിക അഭ്യുന്നതി ഉണ്ടായി എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാം. ഇനി അതുപോലെ തന്നെ ഇവിടെ യഹൂദരുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒക്കെ അതിൻ്റെതായിട്ടുള്ള അവശിഷ്ടങ്ങളുമൊക്കെ, സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ സമ്പന്നമായിരുന്ന ഈ നഗരം പലപ്പോഴും യുദ്ധങ്ങളിലും ഭൂകമ്പങ്ങളിലുമൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഇനി ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് വളരെ ചെങ്കുത്തായിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാർദിസിലെ അക്രോപോളിസ് കീഴടക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പഴമൊഴിയായിരുന്നു. ശത്രുക്കൾക്ക് അത്ര എളുപ്പം ഇതിനെ കീഴടക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ ബലത്തിൽ തന്നെ
ഇതിൻ്റെ അടുത്തുകൂടി പോകുന്ന ഈ വാണിജ്യ പാതകളുടെ അധികാരമൊക്കെ ഇവിടെയുള്ളവർ കൈയടക്കി. ഇപ്പം അങ്ങനെയാണ് ഈ നഗരം കുറേ കൂടി സമ്പന്നമായിട്ട് മാറുന്നത്. ഇനി ഇവിടെ സഭാസമൂഹം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് കൂടുതലും യഹൂദ ക്രൈസ്തവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പം ഇവിടെയുള്ള സഭ ക്രിസ്തുവിൽ നിന്നും വലിയ പ്രശംസയൊന്നും സ്വീകരിക്കുന്നില്ല. മാത്രമല്ല വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനത്തിനും വിധേയമാകുന്നുണ്ട്. കാരണം അന്നുണ്ടായിരുന്ന ആ സമ്പന്നതയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞിരുന്ന ആ സമൂഹം മറ്റ് വിജാതീയ ആരാധനയുടെയൊക്കെ ഇടയ്ക്ക് കഴിഞ്ഞിരുന്ന ആ സമൂഹം പലപ്പോഴും ക്രിസ്തുവിനോട് വലിയ പ്രതിബദ്ധത പുലർത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് കാരണം. ഇനി ഈ സഭയ്ക്കുള്ള കത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും വന്ദനം.